Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Lifespan Psychology, Block 1, Chapter 3, second part video. So let's start. Physical development in infancy. Physical growth. The first year of infant is characterized by rapid physical growth. A normal baby doubles its birth weight in 6 months and triples it in a year. During that time, there is great expansion of the head and chest, thus permitting development of the brain, heart and lungs, the organs most vital to survival. The bones which are relatively soft at birth begin to harden and the fontanelles, the soft part of the newborn skull begin to calcify. The small one at the back of the head at about 3 months, the larger one in front at varying ages up to 18 months. Brain weight also increases rapidly during infancy. By the end of the second year, the brain has already reached 75% of its adult weight. ഫസ്റ്റ് ഇയറിൽ ഇൻഫാൻസ് ഒക്കെ ഫിസിക്കൽ ഗ്രോത്ത് വളരെ പെട്ടെന്ന് തന്നെയാണ്, റാപ്പിഡ്ലി ആണ്. ഒരു നോർമൽ ബേബി ആണെങ്കിൽ അതിൻ്റെക്കാട്ടിലും അതിൻ്റെ ഡബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ 6 മന്തിൽ ഡബിൾ ആയിട്ട് മാറും. അത് ഒരു വർഷം ആകുമ്പോഴത്തേനും അതിൻ്റെ മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കുന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഒരു ഗ്രേറ്റ് എക്സ്പാൻഷൻ ആണ് ഉണ്ടാവുക ഹെഡിനും ചെസ്റ്റിനും. അതുപോലെ തന്നെ ബ്രെയിനിന് ഒരു പെർമിറ്റിംഗ് ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ ഹാർട്ടിനും ലങ്സിനും എല്ലാം. മോസ്റ്റ് ഓഫ് ദ ഓർഗൻസും എന്ത് ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ടാവും. ബർത്തിൽ അവരുടെ ബോൺസ് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യും, ഹാർഡൻ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫോണ്ടനൽസും എല്ലാം ഹാർഡൻ ആയിട്ട് മാറും. അതുപോലെ ബ്രെയിൻ വെയിറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യും ഇൻഫാൻസി സ്റ്റേജിനകത്ത്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും ബ്രെയിൻ ഒരു ഓൾറെഡി 75% ഓഫ് ഇറ്റ്സ് അഡൾട്ട് വെയിറ്റ് ആയിട്ടുണ്ടാവും. 75% ഓഫ് അഡൾട്ട് വെയിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. Growth and size depend on environmental condition as well as genetic endowment. ഗ്രോത്തും സൈസും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനനുസരിച്ചാണ്, ജനറ്റിക് എൻഡോൺമെൻറ്റും എല്ലാം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സിവിയർ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയോ ഡ്യൂറിംഗ് ദ മദർ പ്രഗ്നൻസി ആൻഡ് ഇറ്റ്സ് ഇൻഫൻസി ആർ ലൈക്ലി ടു റിസൾട്ട് ഇൻ എ ഇറിവേഴ്സിബിൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഗ്രോയിങ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് വൈൽ ഓവർഫെഡ്. പ്രഗ്നൻസി സമയത്ത് മദറിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഗ്രോത്തിൽ കുറച്ചൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എല്ലാം കുറച്ച് കുറഞ്ഞേക്കാം. ഓക്കെ. ഫാറ്റ് ഇൻഫാൻസ് ആർ പ്രെഡിസ്പോസ്ഡ് ടു ബിക്കം ഒബേസ് ലാറ്റർ ഇൻ ലൈഫ്. ചിലപ്പോൾ പൊണ്ണത്തടിയായിട്ട് മാറിയേക്കാം. ഫാറ്റ് ഇൻഫാൻസ് ചിലപ്പോൾ ഭാവിയിൽ എന്തായിരിക്കാം, പൊണ്ണത്തടിയായിട്ട് മാറിയേക്കാം. ഹ്യൂമൻ മിൽക്ക് പ്രൊവൈഡ്സ് ദ ബേസിക് ന്യൂട്രീഷണൽ എലമെൻറ്റ്സ് നെസറി ഫോർ ഗ്രോത്ത്. ഹ്യൂമൻ മിൽക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ എലമെൻറ്റ്സ് നെസറി ഫോർ ഗ്രോത്ത്, അവരുടെ ഗ്രോത്തിനും. അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചർ സപ്ലിമെൻറ്റ്സ് ഫുഡ് ആർ ജനറലി ആഡഡ് ടു ദ ഡയറ്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ. ദ ന്യൂബോൺ ഇൻഫാൻസ് സ്ലീപ്സ് ആൽമോസ്റ്റ് കോൺസ്റ്റൻ്റ്ലി അവേക്കനിങ് ഓൺലി ഫോർ ഫീഡിങ്സ്. ന്യൂബോൺ ഇൻഫാൻസിൻ്റെ സ്ലീപ്പ്, അവരുടെ ഉറക്കം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കാം. അവർ ഉണരുന്നത് ഫീഡിങ്സിന് വേണ്ടി മാത്രമാണ്. ബട്ട് ദ നമ്പർ ആൻഡ് ലെങ്ത് ഓഫ് വേക്കിംഗ് പീരിയഡ് ഗ്രാജുവലി ഇൻക്രീസസ്. പിന്നീടുള്ള സമയങ്ങളിൽ അവരുടെ ഉണരൽ കുറച്ച് കൂടുതലായിരിക്കും. അവരെപ്പോഴൊന്നും ഉറങ്ങൂല, ആദ്യത്തെ പോലെയൊന്നും പിന്നീട് അവർ ഉറങ്ങൂല. By the age of 3 months, most infants have acquired a fairly regular schedule for sleeping. മോസ്റ്റ് ഓഫ് ദി ഇൻഫാൻറ്റും ഒരു 3 മാസം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഒരു ഷെഡ്യൂളിംഗ് ഉണ്ട് അവരുടെ സ്ലീപ്പിങ്ങിന്. ഫീഡിങ് ആൻഡ് ബോവൽ മൂവ്മെൻറ്റ്സ്. ബൈ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ സ്ലീപ്പിംഗ് ആൻഡ് അവേക്കനിങ് ഹവേഴ്സ് ആർ ഡിവൈഡ് അബൌട്ട് ഈക്വലി. ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ സ്ലീപ്പിങ്ങും അവരുടെ ഉണരലിൻ്റെ സമയവും എല്ലാം അവർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്താണ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ refers to universal sequence of biological events in the central nervous system that permits a psychological function to appear, assuming that the child is physically healthy and lives in an environment containing people and objects. Maturation cannot cause a psychological function to occur. It only sets the limits on the earliest time of its appearances. Biological events in youth considered as a maturation when they grow between 12 to 15 years. 12 മുതൽ 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേനാണ് മെച്ചുറേഷൻ സംഭവിക്കുക. ഇറ്റ്സ് ആൻ ഏജ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് റിലീസ് ഹോർമോൺസ് ഫ്രം ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ ബ്രെയിൻ. ആ ഒരു സമയമാകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിൽ നിന്നും എന്ത് ചെയ്യും, ഹോർമോൺസ് റിലീസ് ചെയ്യും ബ്രെയിനിൽ നിന്നും. ബട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ക്വാളിറ്റി ഓഫ് ന്യൂട്രീഷൻ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ക്യാൻ ആക്സിലറേറ്റ് ദ എമർജൻസ് ഓഫ് പ്യൂബർട്ടി ബൈ സെവറൽ ഇയേഴ്സ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് ക്വാളിറ്റി ഓഫ് ന്യൂട്രീഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്യൂബർട്ടി സംഭവിക്കാനുള്ള സമയം കൂടും. അപ്പോൾ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും എന്ത്, ഹോർമോൺസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, മെച്ചുറേഷൻ സംഭവിക്കാം. ഓക്കെ. അടുത്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഫാൻസി. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ദേ ആർ ലിവിങ് and figuring out how that relates to them, their behavior and others. To put it in even simpler terms, it is learning about yourself through your surroundings and other people.
സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. എങ്ങനെയാണെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെയാണ്. അവരെന്ത് ചെയ്യുകയാണ്? ഫിഗർ ഔട്ട് ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്, അവരുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അവർ മനസ്സിലാക്കുകയാണ്, അവരുടെ ബിഹേവിയർ, മറ്റുള്ളവരുടെ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് സിമ്പിൾ ടേംസിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പഠിക്കുകയാണ്. ലേണിംഗ് യുവർ സെൽഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങുമായിട്ടുള്ള മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ ദ സൈക്കോ അനലിസ്റ്റ് എറിക് എറിക്സൺ. ആരാണ് ഈ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്? എറിക് എറിക്സൺ ആണ്. It is perhaps one of the best ways to understand the psychosocial development in infancy period. He describes the impact of social experiences across the whole lifespan, and it is one of the better theories of personality. ഇതൊരു പേഴ്സണാലിറ്റിയുടെ ബെറ്റർ തിയറിയാണ് ഏത്? സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എറിക്സൺ ആൻഡ് കാറ്റഗറൈസ്ഡ് ഇൻഫാൻസി ആസ് ദ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് ഇസ് ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബേസിക് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് എക്സ്പെക്ടേഷൻ അബൌട്ട് ദിസ് വേൾഡ്. എറിക്സൺ എന്ത് ചെയ്തു? ഇൻഫാൻസി പീരീഡിനെ കാറ്റഗറൈസ് ചെയ്തു. പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് ഇസ് ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡായിട്ട്, അല്ലേ? The central idea of Erickson's psychosocial stage theory is the development of ego identity. Ego identity refers to the conscious sense of self that we develop through social interaction. According to Erickson, our ego identity is constantly changing due to new experiences and information we acquire in our daily interactions with others. Erickson also believed that a sense of competence also motivates behaviors and actions. The central idea of Erickson എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്കോസോഷ്യൽ സ്റ്റേജ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈഗോ ഐഡന്റിറ്റി വെച്ചിട്ടാണ്. ഈഗോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ് സെൻസ് ആണ് സെൽഫിനെ കുറിച്ചുള്ള, അത് നമ്മളെക്കുറിച്ചുള്ള ഒരു കോൺഷ്യസ് സെൻസ് ആണ് നമ്മളെക്കുറിച്ചുള്ള. അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എറിക്സൺ, അവർ ഈഗോ ഐഡന്റിറ്റി ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ച്. നമ്മുടെ ഈഗോ ഐഡന്റിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പുതിയ എക്സ്പീരിയൻസിനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്തതിനനുസരിച്ച്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഡെയിലി ഇൻട്രാക്ഷൻസിലൂടെ നമ്മുടെ ഈഗോ ഐഡന്റിറ്റി ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. Erickson also believed that a sense of competence also motivates behaviors and actions. നമ്മുടെ സെൻസ് ഓഫ് കോമ്പീറ്റൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ബിഹേവിയേഴ്സിനെ, നമ്മുടെ ആക്ഷൻസിനെ എല്ലാം. അങ്ങനെയാണ് എറിക്സൺ വിശ്വസിച്ചിരുന്നത്. ഈച്ച് സ്റ്റേജ് ഈസ് കൺസേൺഡ് വിത്ത് ബിക്കമിങ് കോമ്പീറ്റൻറ്റ് ഇൻ ഏരിയ ഓഫ് ലൈഫ്. ഓരോ സ്റ്റേജും നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇഫ് ദ സ്റ്റേജ് ഈസ് ഹാൻഡിൽഡ് വെൽ, ദ പേഴ്സൺ വിൽ ഫീൽ എ സെൻസ് ഓഫ് മാസ്റ്ററി വിച്ച് ഈസ് സംടൈംസ് റിഫേർഡ് ടു ആസ് ഈഗോ സ്ട്രെങ്ത് ഓർ ഈഗോ ക്വാളിറ്റി. ആ ഒരു സ്റ്റേജ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പ്രോപ്പർ ആയിട്ടാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യും സെൻസ് ഓഫ് മാസ്റ്ററി. ഒരു സെൻസ് ഓഫ് മാസ്റ്ററി അവർ ഫീൽ ചെയ്യും. ഓക്കെ, സംടൈംസ് റെഫേഴ്സ് ടു ആസ് ഈഗോ സ്ട്രെങ്ത്. അതിനെയാണ് നമ്മൾ ഈഗോ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈഗോ ക്വാളിറ്റി എന്ന് പറയാം. ഇഫ് ദ സ്റ്റേജ് ഈസ് മാനേജ്ഡ് പുവർലി, ദ പേഴ്സൺ വിൽ എമേർജ് വിത്ത് എ സെൻസ് ഓഫ് ഇൻഅഡിക്വസി. സോ ആ സ്റ്റേജ് അവർ മാനേജ് ചെയ്യുന്നത് വളരെ പുവർ ആയിട്ടാണെങ്കിൽ, വളരെ പരിതാപകരമായിട്ടാണെങ്കിൽ ആ പേഴ്സൺ ഒരു സെൻസ് ഓഫ് ഇൻഅഡിക്വസിയാണ് ഉണ്ടാവുക. സോ എറിക്സൺ ആൾസോ ബിലീവ്ഡ് ഇൻ ഈച്ച് സ്റ്റേജ് പീപ്പിൾ എക്സ്പീരിയൻസ് എ കോൺഫ്ലിക്റ്റ് ദാറ്റ് സെർവ്സ് ആസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഡെവലപ്മെന്റ്. ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് കോൺഫ്ലിക്റ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചത്. ദീസ് കോൺഫ്ലിക്ട്സ് ആർ സെൻറ്റേർഡ് ഓൺ എയ്തർ ഡെവലപ്പിംഗ് എ സൈക്കോളജിക്കലി ക്വാളിറ്റി ഓർ ഫെയിലിംഗ് ടു ഡെവലപ്പ് ദാറ്റ് ക്വാളിറ്റി. ഒന്നെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റി കൂടും, അല്ലെങ്കിൽ ആ ഡെവലപ്പിംഗ് ക്വാളിറ്റി കുറയും എന്നുള്ളതാണ്. ഡ്യൂറിങ് ദീസ് ടൈംസ് ദ പൊട്ടൻഷ്യൽ ഫോർ പേഴ്സൺസ് ഗ്രോത്ത് ഈസ് ഹൈ, ബട്ട് സോ ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഫെയിലിയർ. ഈ ഒരു സമയത്ത് ചിലപ്പോൾ പൊട്ടൻഷ്യൽ പേഴ്സൺ എന്ത് ചെയ്യാം? ഗ്രോത്ത് ഹൈ ആയിട്ട് ഗ്രോത്ത് ചെയ്യാം, കൂടുതലായിട്ട് കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടൻഷ്യൽ ഫെയിലിയർ ആയിട്ട് മാറാം. ദ സൈക്കോ സോഷ്യൽ തിയറി ഇൻക്ലൂഡ് ദ സ്റ്റേജ് 1 ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഒന്നാമത്തെ സ്റ്റേജായിട്ട് അദ്ദേഹം പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. അതായത് ബർത്ത് ടു 1 ഇയറിനകത്ത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് ഉണ്ടാവുക. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എറിക്സൺ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് 1 ഇയർ ഓഫ് ദ ഏജ് ആൻഡ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ സ്റ്റേജ് ഇൻ ലൈഫ്. നമുക്ക് ട്രസ്റ്റും അതുപോലെ മിസ്ട്രസ്റ്റും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുക അറിയാം നമ്മളെ മദറിനെയാണ്, അല്ലേ? ബിക്കോസ് ആൻ ഇൻഫാൻറ്റ് ഇസ് പ്യുവർലി ഡിപ്പെൻഡ് ഓൺ ദിയർ ഫാമിലി മെമ്പേഴ്സ്. അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയാണ്. ആ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ചൈൽഡ് കെയർ ഗിവേഴ്സ്. ആ ഒരു ചൈൽഡിന് കെയർ കൊടുക്കുന്നവരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ട്രസ്റ്റും മിസ്ട്രസ്റ്റും എന്ത് ചെയ്യുന്നത്? ബേസ് ചെയ്തിരിക്കുന്നത്. ട്രസ്റ്റ് വർത്തി ആയിട്ടാണ് കെയർ ഗിവേഴ്സ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ട്രസ്റ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫാൻറ്റ് മിസ്ട്രസ്റ്റ് ആയിട്ട് മാറും. സോ ഇഫ് ആൻ ഇൻഫാൻറ്റ് സക്സസ്ഫുള്ളി ഡെവലപ്സ് ട്രസ്റ്റ്, he or she will feel safe and secure in the world.
ഒരു കുട്ടി ട്രസ്റ്റിനെ സക്സസ്ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യും, അവർ സേഫായിട്ട് സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകും. കെയർ ഗിവേഴ്സ് ഹൂ ആർ ഇൻകൺസിസ്റ്റൻറ്റ്, ഇമോഷണലി അൺഅവൈലബിൾ ഓർ റിജക്റ്റിംഗ് കോൺട്രിബ്യൂട്ട് ടു ഫീലിംഗ് ഓഫ് മിസ്ട്രസ്റ്റ് ഇൻ ദ ചിൽഡ്രൻ ദേ കെയർ ഫോർ. ഇത് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് അവരുടെ സ്നേഹമൊന്നും കിട്ടാതിരുന്നാൽ, കെയർ കിട്ടാതിരുന്നാൽ, അവർ റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം, മിസ്ട്രസ് ആയിട്ട് മാറാം. സോ ഫെയിലിയർ ടു ദ ഡെവലപ്പ് ട്രസ്റ്റ് വിൽ റിസൾട്ട് ഇൻ ഫിയർ ആൻഡ് ബിലീഫ് ദാറ്റ് ദ വേൾഡ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. അവരുടെ ട്രസ്റ്റ് ഡെവലപ്മെൻറ്റിൽ അവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് റിസൾട്ട് ചെയ്യുന്നത് ഭയവും അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിലുള്ള കുറവൊക്കെ ആയിരിക്കാം. അവർ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മാറാം, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറാം. ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് ഇറ്റ്സ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഇൻഫാൻറ്റ് ഡെവലപ്മെൻറ്റ്. ട്രസ്റ്റും മിസ്ട്രസ്റ്റും ഒരു മെയിൻ ഫീച്ചർ തന്നെയാണ് ഇൻഫാൻറ്റ് ഡെവലപ്മെൻറ്റിനകത്ത്. സോ എ സെൻസ് ഓഫ് ട്രസ്റ്റ് റിക്വയർസ് എ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ കംഫർട്ട് ആൻഡ് എ മിനിമൽ amount of fear and apprehension about the future. ഒരു സെൻസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് റിക്വയർഡ് ആണ്. ഒരു ഫീലിംഗ് ഓഫ് ഫിസിക്കൽ കംഫർട്ട്, അവർക്ക് ഫിസിക്കലി കംഫർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ മിനിമൽ എമൗണ്ട് ഓഫ് ഫിയർ, അവരുടെ ഭയം കുറയണം. അതുപോലെ തന്നെ അപ്രഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, അവർക്ക് ഭാവിയെക്കുറിച്ചുള്ളൊരു ബുദ്ധിമുട്ട്, ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. Trust in infancy set the stage for lifelong expectation that the world will be good and pleasant place to live. അവരുടെ ട്രസ്റ്റ്, അവരുടെ വിശ്വാസം, അവർക്കൊരു ഇൻഫാൻസിയിൽ കിട്ടുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് എക്സ്പെക്റ്റേഷൻ ആണ്. അവരുടെ വേൾഡിൽ അവർക്ക് നല്ലതായിട്ടും അവരുടെ പ്ലസൻ്റ് ആയിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അവർ മാറും എന്നുള്ളതാണ്. സോ ദ ഇൻഫാൻസി സ്റ്റേജ് ഫോക്കസ് ഓൺ ദ ഇൻഫാൻറ്റ് ബേസിക് നീഡ്സ് being met by the parents. If the parents expose the child to warmth regularly and dependable affection, the infant's view of the world will be one of trust. ഇൻഫൻസി സ്റ്റേജിനകത്ത് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫാൻറ്റ് ബേസിക് നീഡ്സിനെ കുറിച്ചാണ്, ബേസിക് നീഡ്സിലേക്കാണ്. സോ ബീങ് മെറ്റ് ബൈ പാരൻസ്, അവർക്ക് പാരൻസുമായിട്ടുള്ള കൂടുതൽ ഇൻറ്ററാക്ഷൻസ് ആണ് ഉണ്ടാവുക. പാരൻസ് അവരുടെ വാംത്തും അവരുടെ റെഗുലർലി ഉള്ള ഡിപ്പെൻഡബിൾ അഫെക്ഷനും എല്ലാം എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻഫാൻറ്റ് വ്യൂ ചെയ്യുന്ന വേൾഡ് എന്ന് പറയുന്നത് ട്രസ്റ്റിൻ്റെതായിരിക്കാം. ആ ഒരു പാരൻസ് ഫെയിൽ ടു പ്രൊവൈഡ് എ സെക്യൂർ എൻവയോൺമെൻറ്റ് ആൻഡ് ഫെയിൽ ടു മീറ്റ് ദ ചൈൽഡ്സ് ബേസിക് നീഡ്, എ സെൻസ് ഓഫ് മിസ്ട്രസ്റ്റ് വിൽ റിസൾട്ട്. അവർക്കൊരു മിസ്ട്രസ്റ്റ് റിസൾട്ട് ചെയ്യാൻ കാരണമാകാം. അവരുടെ നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കാതിരുന്നാൽ അവർ മിസ്ട്രസ്റ്റ് ആയിട്ട് മാറുകയാണ്. സോ ഇഫ് പ്രോപ്പർ ബാലൻസ് ഈസ് അച്ചീവ്ഡ്, ദ ചൈൽഡ് വിൽ ഡെവലപ്പ് ദ വിർച്യൂ ഹോപ്പ്, ദ സ്ട്രോങ് ബിലീവ്സ് ദാറ്റ് even when things are not going well, they will work out well in the end. Failing this, maladaptive tendency or sensory distortion may develop and the malignant tendency of withdrawal will develop. ഈ ഒരു ട്രസ്റ്റ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാലഡാപ്റ്റീവ് ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ സെൻസറി ഡിസോർഷൻ ഉണ്ടാവും. അതൊരു വിത്ഡ്രോവൽ എപ്പോഴും അവർക്ക് ഉണ്ടാവും. ഒരു തട്ടിക്കളയിൽ ആ ഒരു ടെൻഡൻസിയിലേക്ക് അവർ ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. അവരൊരു കാര്യം എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല, അവരാരെയും വിശ്വസിക്കില്ല, അവരുടെ തോന്നിയ പോലുള്ളൊരു ജീവിതത്തിലേക്കൊക്കെ അവർ നയിച്ചേക്കാം. അതൊക്കെയാണ് ആ ഒരു സമയത്തുള്ള ട്രസ്റ്റും മിസ്ട്രസ്റ്റും അവരെ എന്ത് ചെയ്യാം, പിന്നീടുള്ള പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താം. അതർ ടൈപ്പ് ഓഫ് സോഷ്യൽ ബിഹേവിയർ എന്തൊക്കെയാണ് നോക്കാം. ദർ ആർ അതർ ടൈപ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ വിച്ച് ആർ ഡിസ്കസ്ഡ് ഹിയർ. അറ്റാച്ച്മെൻറ്റ്. എ ന്യൂ ബോൺ ബേബി ഇൻ ആംസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫീലിംഗ് ഫോർ മദർഹുഡ്. ഒരു പുതിയ കുട്ടി നമ്മുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ അതൊരു ഗ്രേറ്റസ്റ്റ് ഫീലിംഗ് ആണ് മദർഹുഡിനകത്ത്. ആൻ ഇൻഫാൻറ്റ് ആൽവേസ് സീക്ക് ലവ് ആൻഡ് അറ്റൻഷൻ ഫ്രം മദർ ആൻഡ് ഹീ ക്രൈസ് ടു ബി പിക്കപ്പ്. ഒരു ഇൻഫാൻറ്റ് എപ്പോഴും സീക്ക് ചെയ്യുന്നത് ലവും അതുപോലെ അറ്റൻഷനുമാണ് അവരുടെ മദറിൽ നിന്നും. ഫെഡ് ആൻഡ് അതർവൈസ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഓഫൺ ആസ് നോട്ട് ഹീ ക്രൈസ് വെൻ പുട്ട് ഡൗൺ. അറ്റ് 6 weeks, infant will smile at his mother face and grasps his cloth. At this age, infant can recognize their caretaker and his faces. He needs mother's and father's attention towards him. Often as not cries when put down. നമ്മളെ ഇറക്കി വെച്ചാൽ അവർ കരയില്ല. ഒരു 6 week ഒക്കെ ആകുമ്പോഴത്തേനും ഇൻഫാൻറ്റ് ചിരിക്കാൻ തുടങ്ങും അവരുടെ മദറിൻ്റെ ഫേസ് കാണുമ്പോൾ. അവരെന്ത് ചെയ്യും, അതൊക്കെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഏജിൽ ഇൻഫാൻറ്റെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, കെയർ ടേക്കറിനെയും അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്നവരെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഹി നീഡ്സ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് അറ്റൻഷൻ ടുവേർഡ്സ് ഹിം. അവർക്ക് എപ്പോഴും അവരുടെ മദറിൻ്റെയോ ഫാദറിൻ്റെയോ അറ്റൻഷൻ വേണം എന്നുള്ളതാണ്. ദിസ് ഏർലി അറ്റാച്ച്മെൻറ്റ് ഈസ് കോൾഡ് ഇൻഡിസ്ക്രിമിനേറ്റ്. ആ ഒരു ഏർലി അറ്റാച്ച്മെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിസ്ക്രിമിനേറ്റ് എന്നുള്ളത്. സോ ദ ഇൻഫാൻറ്റ് സീക്സ് സ്റ്റിമുലേഷൻ റാദർ ദാൻ എനി പർട്ടിക്കുലർ പേഴ്സൺ. ദ കൺസെപ്റ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് investigated by Ainsworth and her associates, was defined as an emotionally torn relationship or tie to the mother that led the infant to seek mother's presence and comfort, particularly when the infant was frightened or uncertain. This indicates that all healthy infants have healthy, strong attachment with their caretakers, and this strong bonding provides the basis of healthy emotional and social development during the later childhood. 1978 ഐൻസ്വർത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്,
ഇമോഷണലി ടോൺ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ഓർ ടൈം. അവർക്ക് എപ്പോഴും അവരുടെ മദറിൻ്റെ പ്രസൻസോ കംഫർട്ടോ വേണം എന്നുള്ളതാണ്. സോ ഇൻഫാൻസ് എപ്പോഴും ഫ്രൈറ്റൻ ചെയ്യും മദറിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹെൽത്തി ഇൻഫാൻറ്റ് ഹാവ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ്. ഒരു ഹെൽത്തി ഇൻഫാൻറ്റ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കെയർ ടേക്കേഴ്സുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരിക്കും. അവരുടെ ഹെൽത്തി ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ആ ഒരു ചൈൽഡ്ഹുഡിൽ അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അടുത്താണ് സ്മൈലിംഗ്. Smiling is the means of communication for infants in early years. An early smile of infant is just a facial exercise of the muscle. Smiling എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫാൻസ് ആണ്. അത് ഏർലി ഇയറിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവരുടെ സ്മൈലിംഗ് എന്ന് പറയുന്നത്. ഒരു ഏർലി സ്മൈൽ ഓഫ് ദി ഇൻഫാൻറ്റ് ഇസ് ജസ്റ്റ് എ ഫേഷ്യൽ എക്സസൈസ്. അതൊരു ഫേഷ്യൽ എക്സസൈസ് മാത്രമാണ് അവരുടെ മസിൽസിനുള്ള. എ ചൈൽഡ് പാസ് ദ ഹിസ് സ്മൈൽ ടു ഹിസ് മദർ ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ബെസ്റ്റ് ഔട്ട് ഇൻഡിസ്ക്രിമിനേറ്റ്ലി ബിറ്റ്വീൻ ദ മദർ ആൻഡ് ചൈൽഡ്. അതാണ് മദറിൻ്റെയും ചൈൽഡിൻ്റെയും തമ്മിലുള്ള ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ദ സ്മൈൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ മദർ. ആ ഒരു സ്മൈൽ എന്ത് ചെയ്യും? മദറിൻ്റെ അടുത്ത് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ദ മദേഴ്സ് റെസ്പോൺസീവ് സ്മൈൽ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ദ ചൈൽഡ്. ആ ഒരു മദറിൻ്റെ റെസ്പോൺസീവ് സ്മൈലും എന്താണ്? അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. It transforms the spontaneous smile of the infant into an exchange. This may be called first real social interaction. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് റിയൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയാം. The social smile appears at 7 or 8 weeks of the age and by 3 months infants will smile almost any face. ഏത് ഫേസ് കണ്ടാലും ചിരിക്കുന്ന രീതിയിലേക്ക് ഒരു 3 മാസം ആകുമ്പോഴത്തേനും ഇൻഫാൻസ് ഡെവലപ്പ് ആവും. ഒരു 7 മുതൽ 8 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? കൂടുതലും ഇൻഫാൻസ് ചിരിക്കാൻ തുടങ്ങുക. This smile is important to the caretakers and child because it invites adult to interact with the baby and therefore contributes to the attachment bonding. ഈ ഒരു സ്മൈലിലൂടെ അവർ കെയർ ടേക്കേഴ്സുമായിട്ട് കൂടുതൽ ചിരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കൂടുന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അതെന്ത് ചെയ്യും? അവർ അട്രാക്റ്റഡ് ആവും. സോ അടുത്താണ് ആങ്സൈറ്റി. As we all know that mothers and child relationship is important in infancy period. The child first recognizes his mother face and infant is aware that mother is special person at the time. ഈ ഒരു സമയത്ത് അവരുടെ മദർ അവർക്കൊരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങും. He is at once in a position to lose her. അവരെ ആ ഒരു സമയത്ത് അവരെ ലോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? ഇൻഫാൻറ്റ് അറൗണ്ട് 10 months may be seen crawling behind his mother. ആ ഒരു ഇൻഫാൻറ്റിന് അവർക്കൊരു 10 മാസം ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ മദറിൽ നിന്ന് വിട്ടുപോകാത്ത വിധം അവർ അറ്റാച്ച്ഡ് ആവും. ഫ്രം വൺ റൂം ടു അനദർ റൂം. ഇഫ് മദർ ഈസ് ഡിസപ്പിയറിങ് ഹി മേ ബി ക്രൈ ആൻഡ് സ്ക്രീം. അവരുടെ മദർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും. അവർക്ക് മദർ ഇല്ലാതെ പറ്റില്ല. സോ ആൻഡ് വാച്ച് എവറി ഡോർ. എല്ലാ ഡോറിലും അവർ നോക്കും. ഈവൻ ഹിസ് ക്രൈയിങ് ആൻഡ് സെർച്ചിങ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ മദർ. ആ ഒരു മദറിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാണിക്കുന്നത്. അവരുടെ മദറില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴും അവരെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കും. ദ ഇൻക്രീസ് ഇൻ അറ്റാച്ച്മെൻറ്റ് ബിഹേവിയർ ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് സെപ്പറേഷൻ ആങ്സൈറ്റി. ഒരു അറ്റാച്ച്മെൻറ്റൽ ബിഹേവിയർ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് അവരുടെ മദറുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നാണ് പറയുക. ഓക്കെ, അടുത്താണ് ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. Second anxiety, that is direct result of the infant's first attachment, is stranger anxiety. The child is specially attached with the mother and he can be easily upset by the approach of an unfamiliar adult, especially if his mother is not present around. The infant fixes his eyes on the stranger and stares, unmoving for a short time. He is likely to cry and show the signs of distress. Stranger's anxiety disappears towards the end of the first year as the child comes in contact with a growing number of relatives. അതായത് ഈ ഒരു ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മദറുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും? മദർ ഇല്ലാഞ്ഞാൽ പറ്റില്ല. മറ്റുള്ള സ്ട്രേഞ്ചേഴ്സൊക്കെ ആ കുട്ടിയെ നോക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാലൊക്കെ കുട്ടികൾക്ക് പേടിയാണ്, ടെൻഷനാണ്, ആങ്സൈറ്റിയാണ്. സോ ആ സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് കരച്ചിൽ വരും. അവർ മദറിൻ്റെ കൂടെ തന്നെ നിൽക്കും. പിന്നെ ഒരു വയസ്സിന് ശേഷം കൂടുതലായിട്ട് ആളുകൾ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുമായിട്ട് ഇൻ്ററാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത്രയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഫാൻസിയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കോണ്ടന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.